Hello everyone, welcome to Eduport Class 9. എല്ലാവർക്കും മക്കളെ എഡ്യൂപോർട്ടിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇനി ഒരു മാസവും കുറച്ച് ദിവസവും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ സോഷ്യൽ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം, അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു എഡ്യൂപോർട്ട് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി ആണോ ജോഗ്രഫി ആണോ ടഫ്, പഠിക്കാൻ ഏതാണ് ബുദ്ധിമുട്ട്, അത് പഠിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹിസ്റ്ററി ആണോ ജോഗ്രഫി ആണോ ബുദ്ധിമുട്ട്, ഏതാണ് പഠിക്കാൻ ബുദ്ധിമുട്ട്, പഠിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് സോഷ്യൽ സയൻസ് എത്ര മാർക്കിനാണ്? 80 മാർക്കിനാണ് അല്ലേ? ക്രിസ്മസ് എക്സാമിന് എത്ര മാർക്കിനാണ് സോഷ്യൽ സയൻസ് ചോദിക്കുക? 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് ഓർത്ത് വെക്കണേ. ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം, ഈ 80-ൽ 24 മാർക്ക് ഓണം എക്സാം പോർഷൻസ് എന്ന് ചോദിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം കേട്ടോ. 80-ൽ 24 മാർക്ക് എന്ത് ചെയ്യും? ഓണം എക്സാം പോർഷൻസ് എന്നാണ് ചോദിക്കുക. 80-ൽ 24 മാർക്ക് ഓണം എക്സാം പോർഷൻസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഓണം എക്സാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 6 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 6+6 12 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? സോഷ്യൽ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിൻ്റെ പോർഷൻസ് സ്കിപ്പ് ചെയ്ത് എന്താ സംഭവിക്കുക? മാക്സിമം 24, അതായത് 24 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം? നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിൻ്റെ പോർഷൻസ് സ്കിപ്പ് ചെയ്യരുത്, പഠിക്കണം. ഓണം എക്സാമിൻ്റെ പോർഷൻസ് ശേഷം നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് ഫസ്റ്റ് ചോദിക്കാം മൂന്നാമത്തെ പാഠം ഏതാണ്? ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി. നിങ്ങൾക്കറിയാം ജമീന്ദാരി സിസ്റ്റം, ആ സിസ്റ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ഭൂമി കൊടുക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് 4ാമത്തെ പാഠം എന്തിൽ പഠിച്ചാൽ നമ്മൾ ഓണം എക്സാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ പാഠത്തിൽ നിന്ന് 1-2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഹിസ്റ്ററി ചോദിക്കുക 5ാമത്തെ പാഠമാണ് ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണതകൾ. നമുക്കറിയാം എന്താണ് ഇതിൽ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, സൈസ് ഓഫ് പോപ്പുലേഷൻ, മൈഗ്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഇതാണ് ഹ്യൂമൻ റിസോഴ്സിലെ മാനവ വിഭവത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അടുത്തതാണ് 7th ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തിനില്ല? ക്രിസ്മസ് എക്സാമിന് കേട്ടോ. ഓർത്ത് വെച്ച മക്കളെ, എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ പറയുകയാണ്, 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനില്ല. സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് 1-ലെ നമ്മൾ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി എന്ത് വിളിക്കുന്നുണ്ട്? സോഷ്യൽ സയൻസ് 1 അല്ലെങ്കിൽ SS1 എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്റർ പഠിക്കാനില്ല. പക്ഷേ പബ്ലിക് ആനുവൽ എക്സാം പഠിക്കാനുണ്ടാവും കേട്ടോ. പകരം നിങ്ങൾക്ക് 7ാമത്തെ ചാപ്റ്ററാണ് എക്സ്പാൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണിത്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം കൂടി കമൻറ്റ് ചെയ്യണം അല്ലേ? ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളോട് എന്നുള്ള 7ാമത്തെ പാഠം. അപ്പോൾ നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യണം, ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞു? ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളത്? എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. സ്കൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ജോഗ്രഫി, അതായത് SS2-ലേക്ക് വരികയാണെങ്കിൽ 3rd ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് പ്ലേറ്റു ഓവർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് അല്ലെ, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. നമ്മുടെ പെനിൻസുല പ്ലേറ്റു, ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ 2 ചാപ്റ്റേഴ്സും. ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററും ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മുടെ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യുക, താഴെ കാണാൻ സ്ക്രോൾ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സോഷ്യൽ സയൻസിൽ എന്താണ് പ്ലേറ്റു ഓവർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് അല്ലെ, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നുള്ള 3ാമത്തെ പാഠം ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 4ാമത്തെ പാഠം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മാർക്കിന് എന്ത് ചെയ്യുള്ളൂ? ക്രിസ്മസ് എക്സാമിന് ചോദിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 5ാമത്തെ പാഠമാണ് അല്ലേ, ഇന്ത്യൻ എക്കോണമി ത്രൂ വാരിയസ് സെക്ടേഴ്സ് അല്ലെ, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ ഉണ്ടല്ലേ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയുണ്ട്. ആ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് കൂടുതൽ ചോദിക്കുക. അപ്പം ഇത് നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ വീണ്ടും എക്സ്ക്ലൂസീവ് ആണ്, എന്താണ്?
എന്താണ് യെസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ എന്തില്ല നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനില്ല. പകരം 7ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യ ഡെസേർട്ടിനെ കുറിച്ച് പഠിക്കുന്ന മണലാരണ്യത്തിലൂടെ സാൻഡി എക്സ്പാൻസ് ഓഫ് കോസ്റ്റ് ലൈൻസ് അല്ലേ, സാൻഡി എക്സ്പാൻസ് ഓഫ് എന്താണ് ഡെസേർട്ട് അല്ലേ, ശ്രദ്ധിക്കണേ, സാൻഡി എക്സ്പാൻസ് ഓഫ് ഡെസേർട്ട്. നമ്മുടെ ഡെസേർട്ടിനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയിലുള്ള ഒരേ ഒരു ഡെസേർട്ടാണ് ഇത്, താർ ഡെസേർട്ട്. ആ താർ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള 7ാമത്തെ ചാപ്റ്ററാണ് ത്രൂ ദ ഡെസേർട്സ് അല്ലേ, ഡെസേർട്സിലൂടെ ത്രൂ ദ ഡെസേർട്സ് അല്ലെങ്കിൽ ത്രൂ ദ സാൻഡി ഡെസേർട്സ് അല്ലേ, ഡെസേർട്സ് അല്ല, ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ടായിട്ടുള്ള താർ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു, ആ എടുത്തു കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസ്ഥ എന്താണ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 80 മാർക്കിലാണ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുക. 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും അതിൽ 24 മാർക്ക്, അതായത് ഒരു 6 മുതൽ 24 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിൻ്റെ പോർഷൻസും ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. അപ്പം ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, അതായത് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 3, 5, 7 ഇത് 3ഉം എന്താണ്, ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ജോഗ്രഫിയിലും 3, 5, 7 ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഇതിലും 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കി പഠിച്ചു വെക്കുക. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് സ്കൂൾ എടുത്തു കഴിഞ്ഞുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് MCQ ഡെയിലി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വാട്സപ്പ് ചാനൽ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. സെറ്റല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി സെറ്റാക്കും. പേടിക്കേണ്ട, എഡ്യൂപോർട്ട് നിങ്ങളെ കൂടെയുണ്ട്. ക്രിസ്മസ് എക്സാം നമ്മൾ സെറ്റാക്കി തരും. അടിപൊളിയായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും സോഷ്യൽ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സാണ് അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.